ഇതുവരെ ഇവിടുത്തെ ഒരു മുജാഹിദുകളും ഇവിടെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. എൻ്റെ ചെറുപ്പം മുതൽ ഈ നബിദിനം അനിസ്ലാമികാണെന്ന് ഞങ്ങൾക്ക് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അന്നെന്താ മുജാഹിദിന്റെ വായയിലൊക്കെ ഉരുളങ്കിയൊക്കെ ചൂടുള്ളത് ഉണ്ടായിരുന്നോ? ചോദ്യം തന്നെയാണല്ലോ. പിന്നെ അതുപോലെ ഈ സ്റ്റേജിലിരിക്കുന്ന പലവരുടെ കാരണന്മാരായിട്ടോ നബിദിനവും ബദരീങ്ങളും തീർച്ച എല്ലാത്തിലും പങ്കെടുത്തവരാണ്. ആ കാരണന്മാരൊക്കെ ഇന്ന് നരകത്തിലാണോ സ്വർഗത്തിലാണോ? നല്ല ചോദ്യമാണ്. അങ്ങനെയാണ് ചോദിക്കേണ്ടത്, അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്. അതിന് കൂക്കല്ല വേണ്ടത്, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. ഒന്നാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം, കാരണം അത് വല്ലപ്പുഴയിലെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ടാണ്. പിന്നെ അവർ നരകത്തിലാണോ അല്ലേ എന്നുള്ളത് ഇവിടുന്ന് പറയാം. നിങ്ങൾ ക്ഷമിക്കും, മറുപടി പറയാം. പറഞ്ഞിട്ടേ ഞങ്ങൾ പോകുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറുപടി പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. സുഗമമായ അന്തരീക്ഷം ഉണ്ടായാൽ മറുപടി പറഞ്ഞിട്ടേ പോകൂ. അതിനാണ് നിങ്ങൾക്ക് മൈക്ക് തന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കണം. റേഡിയോ അവിടുന്ന് ഇങ്ങോട്ടും ആയാൽ പോരല്ലോ, ഇവിടുന്ന് പറയണ അങ്ങോട്ടും കേൾക്കണ്ടേ? മറുപടി പറയാം സുഹൃത്തെ, നിങ്ങൾ ശ്രദ്ധിക്ക്. വല്ലപ്പുഴയിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നത് കേൾക്ക് സുഹൃത്തെ. വല്ലപ്പുഴയില് നിങ്ങളെ വയസ്സ് 40 50 എന്നുള്ളതല്ല. ഇവിടെ വല്ലപ്പുഴയിൽ മുജാഹിദ് പ്രസ്ഥാനം എന്നൊക്കെ വാതിൽ വെച്ചിട്ടുണ്ടോ അന്നൊക്കെ ആദ്യമായി തൗഹീദ് പറയും, അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയും, സുന്നത്ത് പറയും, ബിദ്അത്ത് പറയും. ഇതേ സ്റ്റേജിൽ വെച്ചുകൊണ്ട് തന്നെ നസീറുദ്ദീൻ റഹ്മാനി 5 വർഷങ്ങൾക്ക് മുമ്പ് നബിദിനാഘോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അന്നും വർഷങ്ങൾക്ക് മുമ്പ് 22 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കാളവറമ്പിൽ വെച്ച് ഒരു പ്രസംഗം നടത്തുണ്ടായിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ നിങ്ങൾ വന്നില്ല കേട്ടില്ല എന്നുള്ളത് നമ്മൾ ഇതല്ല, കാരണം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, എല്ലാ പരിപാടിയിലും പറയുന്നുണ്ട്, ഇനിയും പറയും. ഏതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? സുഹൃത്ത് കേട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്നതുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞില്ല എന്ന് വരുന്നില്ല. അത് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേയുള്ള മറുപടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തേത് സുഹൃത്തിൻ്റെ ആശങ്കയാണ്. ഒന്നാമത്തേത് കൃത്യമായി പറഞ്ഞു. ഇവിടെ ഒരുപാട് തവണകളായി അത്തരം വേദികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സഹോദരൻ അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. ഇനി ഇവിടെ ഒരാളും അത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. എന്നാലും സാധനം ഇസ്ലാമികാവുമല്ലോ. നമ്മുടെ നാട്ടിൽ തോന്നിയാസം നടക്കുന്നു സങ്കല്പിക്കുക, ഒരു മദ്യഷാപ്പോ മറ്റോ നടക്കുന്നു സങ്കല്പിക്കുക. ആ മദ്യഷാപ്പിനെതിരെ ഒരൊറ്റ കുട്ടി സമരം ചെയ്തിട്ടില്ല. അവസാനം ഈ കൊല്ലം കുറച്ച് ആളുകൾ അതിനെതിരെ സമരവുമായി വന്നു. അപ്പോൾ ഒരു 10-50 കൊല്ലമായിട്ട് അതിന് ചുറ്റുപാട് താമസിക്കുന്ന ഒരാളോ അത് ഉപയോഗിക്കുന്ന ഒരാളോ അയാൾ പറയാം, ഞാൻ എത്ര കാലമായി ഇവിടെ ജീവിക്കുന്നത്, ഈ കാലം വരെ എൻ്റെ വാപ്പ വല്ലിപ്പടക്കമുള്ള കാലത്ത് ഈ ഷാപ്പ് ഇവിടെ ഉണ്ട്, ഇന്നേ വരെ ഒരാളും ഇതിനെതിരെ സമരം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനിയൊരു സമരം പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂലല്ലോ, ഞാനും അംഗീകരിക്കൂല. എങ്കിൽ ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. ഒരാൾ പറഞ്ഞില്ല എന്നുകൊണ്ടോ ഒരു കൂട്ടർ എതിർത്തില്ല എന്നതുകൊണ്ടോ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം അത് ന്യായമാണെന്ന് പറയാൻ, അത് പ്രാമാണികമാണെന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. അത് സഹോദരൻ തിരിച്ചറിയണം. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. നമ്മുടെ നാട്ടിൽ പുതിയ വിദ്യാർത്ഥികൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് എതിർക്കാൻ ആളുണ്ടെങ്കിൽ എതിർക്കും, ആ ആളില്ലെങ്കിലോ എതിർക്കില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊരാളും എതിർത്തില്ല എന്നതുകൊണ്ടോ എല്ലാവരും അനുകൂലിച്ചതുകൊണ്ടോ ഒരു കാര്യം ഇസ്ലാമികമാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ ലോകത്തെ എല്ലാവരും കൂടി ചെയ്തൊരു കാര്യം അത് ഇസ്ലാമിന് എതിരാണെങ്കിൽ അത് ഇസ്ലാമികമായിട്ട് മാറോ? ഒരിക്കലും മാറൂല. അള്ളാഹിന് മുമ്പ് ചെന്നിട്ട് പറയാൻ പറ്റുമോ, റബ്ബേ ഞങ്ങളുടെ നാട്ടിൽ വഴുതില്ലായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ KNM ഇല്ലായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനെങ്ങനായത് എന്ന് പറഞ്ഞാൽ റബ്ബ് വിടൂല. അതല്ല ഒരിക്കലും അതിനുള്ള മറുപടി. മറിച്ച് അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ ഖുർആനിലും ആ നബിയുടെ അധ്യാപനങ്ങളിലും ഏതൊക്കെയാണ് ഇസ്ലാമികം ഏതൊക്കെയാണ് അല്ലാത്തത് എന്നതിന്റെ കൃത്യമായ മാനദണ്ഡം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഒരാൾ ജീവിക്കേണ്ടത്. ഇനി ഒരാൾ ജീവിക്കുന്ന നാട്ടിൽ മുജാഹിദീങ്ങളെ എല്ലാം വിചാരിക്കുക, എന്നാ അയാൾക്ക് എന്തും ചെയ്യാന്നാ? ഒരാൾ ജീവിക്കുന്ന നാട്ടിൽ ഒരു ഖുർആൻ പരിഭാഷ അല്ല വിചാരിക്കുക, എന്നാൽ അയാൾ ഖുർആൻ പഠിക്കേണ്ട എന്നാ?
ഒരാൾ ജീവിക്കുന്ന നാട്ടിൽ ഒരൊറ്റ വഴവുമില്ല സങ്കല്പിക്കുക, എന്നാ അയാൾ ദീനിയായി ജീവിക്കേണ്ട എന്നാണോ? ഒരിക്കലുമല്ല, അങ്ങനെ ഒന്നില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ മുൻഗാമികൾ ചെയ്തല്ലോ, പാപ്പാട് ചെയ്തല്ലോ, മുൻഗാമികൾ ചെയ്തല്ലോ എന്നാണല്ലോ. ഏത് കാര്യം ആര് ചെയ്താലും ഇസ്ലാമിൽ അതിന്റെ വിധി ഒന്നാണ്. അത് മുൻഗാമികൾ ചെയ്താൽ വേറെ വിധി, പിൻഗാമികൾ ചെയ്താൽ മറ്റൊരു വിധി എന്നൊന്നുമില്ല. ആര് ചെയ്താലും ശരി, ഈ പറയുന്ന ഞാൻ ചെയ്താലും, ഈ സ്റ്റേജിൽ ആര് ചെയ്താലും, ഇവിടെ കൂടിയ ഏതൊരാൾ ചെയ്താലും ശരി, ഇസ്ലാമിൽ സുന്നത്തായ കാര്യം ആര് ചെയ്താലും അതിന് കൂലി കിട്ടും. ഫർളായ കാര്യം ആര് ചെയ്താലും അവന്റെ ബാധ്യത വീടും. തൗഹീദ് ആര് സ്വീകരിച്ചാലും അവൻ രക്ഷപ്പെടാൻ കഴിയും. ശിർക്ക് ആര് ചെയ്താലും അത് അപകടം തന്നെയാണ്. ഹറാം ആര് ചെയ്താലും അത് ശിക്ഷാർഹം തന്നെയാണ്. കറാഹത്ത് ആര് ചെയ്താലും അത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആര് ചെയ്തു എന്നതല്ല, ചെയ്യുന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ ഇല്ലേ എന്നതാണ് പ്രധാനം. അടുത്ത ആൾ ചോദിക്കും.